ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ തരുന്ന ഒരു റെസിപ്പിയാണ് ബീഫ് സ്റ്റൂ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ബോർഡിങ്ങിൽ എല്ലാ സൺഡേയും സെർവ് ചെയ്യുന്ന നല്ല ചൂടുള്ള ബീഫ് സ്റ്റൂവും നല്ല ബ്രെഡും. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ നാവിലുണ്ട്. ആ ടേസ്റ്റ് അങ്ങനെ ഓർത്തെടുത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണത്. ട്രഡീഷണലായിട്ട് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കിപ്പോൾ. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻറ്റ്സ് ഞാനൊരു 1/2 kg ബീഫ് കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി പച്ചമുളക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു പൊട്ടാറ്റോ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഇടുന്ന ഇല, അതെല്ലാം കൂടി എടുത്ത് കുറേശ്ശെ എടുത്ത് വെച്ചിട്ട്, അതുകൂടാതെ തേങ്ങാപ്പാൽ തിക്കായിട്ടുള്ളതും തിന്നായിട്ടുള്ളതും വേറെ വേറെ ഗ്ലാസ്സിൽ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ എടുത്ത് അതിനകത്തേക്ക് ബീഫും ഇഞ്ചിയും പച്ചമുളകും കുറച്ച് വെള്ളവും ഉപ്പും കൂടി എടുത്ത് വെച്ചിട്ട്, പിന്നെ അതിൻ്റെ കൂടെ എല്ലാ മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഒരു 4-5 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒരു 90% ഒക്കെ ബീഫ് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ വിസിലൊക്കെ പോയി ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ബീഫ് നന്നായിട്ട് ഒരുവിധമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പോവാണ്. ഉള്ളിയും ക്യാരറ്റും പൊട്ടാറ്റോവും മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബീൻസിന് അധികം വേവില്ലാത്തതുകൊണ്ട് നമുക്ക് പിന്നെ ആഡ് ചെയ്യാം. ബീൻസ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടഞ്ഞു പോവും. സോ ബീൻസ് നമുക്കിപ്പോൾ ആഡ് ചെയ്യേണ്ട. ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ ആഡ് ചെയ്തിട്ട് നമുക്കിത് ഒന്നോടെ കുക്ക് ചെയ്തെടുക്കാം. ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. സോ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ക്രഷ്ഡ് പെപ്പർ കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ പാല് തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ആ തിന്നായിട്ടുള്ള കോക്കനട്ട് മിൽക്കും കൂടി നമുക്കിതിൻ്റെ കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് വിസിലൊക്കെ പോയി ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെ വന്നു എന്ന്. ഇപ്പം കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ബീൻസ് ഇട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ബീൻസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട്. കറുവപ്പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും ഏലക്കയുടെയും ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ പാലാണിത്. സോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരുപാട് തിളയ്ക്കാൻ വിടണ്ട. അപ്പം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് തിള വരുന്നവരെ ഒന്ന് മൂടി വെക്കാൻ വേണമെങ്കിൽ. സോ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിട്ട് കൊടുക്കുക. ഒരുപാട് തിളയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ബീഫ് സ്റ്റൂ ചെറുതായിട്ട് തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇതിൻ്റെ. ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും തേങ്ങാപ്പാലിലെല്ലാം കിടന്ന് വെന്തിട്ട് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കോൺഫ്ലവറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ മൈദയോ ഒന്നും ഇട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കറിവേപ്പില ആഡ് ചെയ്തു. കറിവേപ്പില ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വയ്ക്കാൻ പോവുകയാണ്. മൂടി വെച്ചിട്ട് നമുക്കൊരു 2 മിനിറ്റ് കഴിയുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം. ഞാനിവിടെ പുട്ടിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് അപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിരിക്കും. സോ എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.